വാർത്തകളിലേക്ക്. നിറപുത്തരി പൂജകൾക്കായി ശബരിമല നട തുറന്നു. ഞായറാഴ്ച വൈകിട്ട് 5-ന് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി നട തുറന്ന് നെയ്ത്തിരി തെളിച്ചു. മറ്റ് വിശേഷാൽ പൂജകളൊന്നും ഉണ്ടായില്ല. പുലർച്ചെ 5:30-നും 6:45-നും മധ്യേ നിറപുത്തരി പൂജകൾ നടന്നു. വിശദാംശങ്ങളുമായി വിഷ്ണു പുതുശ്ശേരി ടെലിഫോൺ ലൈൻ ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് വിവരങ്ങൾ? നിറപുത്തരി ഉത്സവത്തിനായി ശബരിമല നട തുറന്നു കഴിഞ്ഞു. ഇന്നലെ വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠൻ മഹേശ്വര മോഹനയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി VN മകേഷ് നമ്പൂതിരിയാണ് നട തുറന്നത്. നട തുറന്ന ശേഷം ശ്രീലകത്ത് ദീപം തെളിയിച്ചു. തുടർന്ന് മേൽശാന്തി 18-ാം പടി ഇറങ്ങി വന്ന് ഹോമകുണ്ടത്തിൽ അഗ്നി തെളിയിച്ചു. എല്ലാ വർഷവും നടക്കുന്ന പോലെ സർവൈശ്വര്യദായകനായ അയ്യപ്പസ്വാമിക്ക് നിറപുത്തരി സമർപ്പണത്തിനാണ് ഭഗവാൻ പൊന്നമ്പലമേട് തുറന്നത്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ആഘോഷമായാണ് നിറപുത്തരി മഹോത്സവം കാണുന്നത്. കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളിൽ, നിരവധി ആരാധനാലയങ്ങളിൽ നിറപുത്തരി മഹോത്സവം ആടാറുണ്ടെങ്കിലും ശബരിമലയിലെ നിറപുത്തരി മഹോത്സവം വ്യത്യസ്തമാണ്. എല്ലാ വർഷവും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി പേരാണ് ശബരിമലയിലെത്തി നിറപുത്തരി അർപ്പിച്ച് ഭഗവാനെ വണങ്ങുന്നത്. ഇന്ന് പുലർച്ചെ 5:30-ന് ദേവനെ പള്ളി ഉണർത്തിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. 4-ന് നട തുറന്ന് നിർമ്മാല്യ ദർശനവും പതിവ് പോലെ അഭിഷേകവും ഗണപതി ഹോമവും ഒക്കെ നടന്നിരുന്നു. പിന്നീട് 5:45-നും 6:30-നും മധ്യയുള്ള മുഹൂർത്തത്തിലാണ് നിറപുത്തരി പൂജ നടന്നത്. ദേവചൈതന്യം നിറച്ച നെൽക്കതിരുകൾ സോപാനത്തിൽ കെട്ടിയ ശേഷം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഭക്തർക്ക് വിതരണം ചെയ്തു. ഏതായാലും ഈ വർഷത്തെ നിറപുത്തരി ഉത്സവത്തിന് നിരവധി ഭക്തരാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയത്. ഏതായാലും ശബരിമല നട തുറന്നിരിക്കുകയാണ്. ഈ ഭക്തി നിർഭലമായ നിമിഷങ്ങളിലൂടെയാണ് പത്തനംതിട്ട ജില്ലയും അതുപോലെ ശബരിമല സന്നിധാനവും കടന്നു പോകുന്നത്. ഇന്ന് 10 മണിയോടുകൂടി ഹരിവരാസനത്തോടുകൂടി നട അടയ്ക്കും. ശരി വിഷ്ണു.